ഹിന്ദു ഏകതാ സമ്മേളനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹിന്ദു ആണ് എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു അവജ്ഞ, അല്ലെങ്കിൽ ഞാൻ വർഗീയവാദിയാണ് എന്ന് മറ്റുള്ളവൻ ചിന്തിക്കുമോ എന്നുള്ളൊരു അപകർഷതാബോധം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തിന് നമുക്കൊരു അപകർഷതാബോധം? എന്തിനാണ് ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു അപകർഷതാബോധത്തിന്റെ ആവശ്യം എന്താണ്? ഇതിനെക്കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടാവേണ്ട. കാരണം ലോകത്ത് നമ്മുടെ ഹിന്ദുവും ഇതര ആശയങ്ങളും തമ്മിലുള്ള വ്യത്യസ്തതകൾ എന്താണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. ലോകത്ത് സങ്കുചിതമായ സെമിറ്റിക് മതങ്ങൾക്ക് ആധിപത്യമുള്ള 150-ൽ പരം രാജ്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ രാജ്യങ്ങളായി 100-ൽ പരം രാജ്യങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളായി 50-ൽ പരം രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. ആ ലോകത്തൊന്നും ഇന്ന് നമ്മുടെ ഭാരതത്തിലുള്ള മതേതരത്വം എന്ന് പറയുന്ന സെക്കുലറിസം നിലനിൽക്കുന്നില്ല. അവിടങ്ങളിലൊന്നും ഇതര സമ്പ്രദായങ്ങളെയോ ഇതര ആശയങ്ങളെയോ ഇതര ദർശനങ്ങളെയോ വളരാനോ പ്രചരിപ്പിക്കാനോ ആരും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള ഹിന്ദുക്കളായ നമ്മളോട് എനിക്ക് പറയാനുള്ളത്, ലോകത്ത് ഈ സെക്കുലറിസം എന്ന് പറയുന്ന സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെ നശിപ്പിക്കാൻ വേണ്ടി 1974-75 കാലഘട്ടത്തിൽ നമ്മുടെ ഭരണഘടനയുടെ 42-ാം ഭേദഗതി അനുസരിച്ച് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ സെക്കുലറിസം എന്ന് എഴുതി ചേർത്തു. 1974-ലല്ല നമ്മുടെ ഭാരതം ഉണ്ടായത്. അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതം ഉണ്ടായിരുന്നു. ഇവിടെ ഹിന്ദു എന്ന് പറയുന്ന ദർശനം ഉണ്ടായിരുന്നു. ഇവിടെ മതക്കാരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച, ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നും അഭയാർത്ഥികളായി വന്ന ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മഹത്തരമായ കവികളുടെ കവിഭാവനയിൽ പറയുമ്പോ പാമ്പിനു പോലും അരുളിയ സ്നേഹമയമൻ മാതൃഹൃദയം എന്നാണ് ഭാരതത്തെ കുറിച്ച് പറഞ്ഞിരുന്നത്. ഇപ്പൊ ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നും മതവെറിയന്മാരുടെ പീഡനങ്ങളേറ്റ് അശരണരായി വന്ന ആളുകൾക്ക് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ ഭാരതം. അതെന്തുകൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ 1974-ൽ 42-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് സെക്കുലറിസം നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തു എന്നുള്ളത് കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഹിന്ദുത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരെയും സ്നേഹിക്കാനും നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അവർക്ക് ആരാധനാലയങ്ങൾ പണിഞ്ഞു കൊടുക്കാനും സ്വന്തം സഹോദരിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാനും ഒക്കെ നമ്മുടെ നാടിനെ സാധിച്ചത്. ഹിന്ദുത്വം ഭാരതത്തിന്റെ ആത്മാവാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം. കാരണം ഹിന്ദുത്വമാണ് ഈ ഭാരതത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഓരോ രാഷ്ട്രങ്ങൾക്കും അതിന്റെ പ്രാണനായിട്ടുള്ള ആത്മാവ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവ് അത് ഹിന്ദുത്വമാണ്. ഹിന്ദുത്വം മറ്റ് സെമിറ്റിക് മതങ്ങളിൽ നിന്ന് ഹിന്ദുത്വത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കണം. മതങ്ങളെല്ലാം അനുസരിക്കാനും അനുസരിപ്പിക്കാനും വേണ്ടിയാണ് ലോകത്ത് നിലനിൽക്കുന്നത്. എല്ലാ മതങ്ങളും പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബലാത്കാരമായി മതത്തെ മറ്റുള്ളവനിൽ അനുസരിപ്പിക്കുക എന്നുള്ളതാണ് മതങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മുടെ സംസ്കാരം പറയുന്നത് അതല്ല. സംസ്കാരത്തിന്റെ അടിസ്ഥാനം, നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന്റെ അടിസ്ഥാനം തപസ്സാണ്. തപസ്സിലൂടെ കണ്ടെത്തിയ പരമമായ സത്യമാണ്. തപസ്സിലൂടെ കണ്ടെത്തിയതാണ് വേദങ്ങൾ. അനേകായിരം ഋഷിമുനിമാർ, സന്യാസിവര്യന്മാർ, മഹായോഗികൾ അന്വേഷിച്ചു. സ്വതന്ത്രമായി, സർവതന്ത്ര സ്വതന്ത്രമായി അവരന്വേഷിച്ചു. ഞാൻ ആര് എന്ന് അവരന്വേഷിച്ചു. അന്വേഷണത്തിലൂടെയാണ് സത്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുക. ഏതെങ്കിലും ഒരു മതക്കാരൻ അവൻ പറയുന്നതിന് യുക്തിസഹമല്ലാത്ത എന്തെങ്കിലും ഒരു ചോദ്യം ആ മതക്കാരനോട് നമ്മൾ ചോദിച്ചാൽ അവനത് അംഗീകരിക്കില്ല. 5 നേരം
നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത്ര വേണ്ട എന്ന് പറഞ്ഞ ചേകന്നൂർ മൗലവിയുടെ ആ ചിന്തകൾ ഉയരുന്ന നാടാണ് നമ്മുടെ ഈ പൊന്നാനിയും ചേകന്നൂരും ഒക്കെ അടുത്തടുത്താണ്. അപ്പൊ ആ മതങ്ങളിലൊന്നും അന്വേഷണത്തിന് സ്ഥാനമില്ല, ഒരു സെമിറ്റിക് മതങ്ങളിലും. പക്ഷെ നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവായിട്ടുള്ള ഹിന്ദുത്വം നിരന്തരമായ സർവതന്ത്ര സ്വതന്ത്രമായ തപസ്സിലൂടെ അവൻ കണ്ടെത്തി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ബ്രഹ്മം എന്നവൻ കണ്ടെത്തി. ഈശ്വരനാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കണ്ടെത്തി. ഈശ്വര സർവഭൂതാനാം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളിവിടെ ഐക്യപ്പെടേണ്ടത് ജാതിയുടെ പേരിലാണോ, വർഗത്തിന്റെ പേരിലാണോ, വർണ്ണത്തിന്റെ പേരിലാണോ, അതോ നമ്മുടെ എല്ലാം ഉള്ളിൽ അന്തര്യാമിയായി വർത്തിക്കുന്ന ബോധചൈതന്യമായിട്ടുള്ള പരമാർത്ഥ സത്യത്തിന്റെ പരമാർത്ഥമായിട്ടുള്ള ബ്രഹ്മശക്തിയുടെ ആധാരത്തിലാണോ നമ്മൾ സംഘടിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. വൈവിധ്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. വൈവിധ്യങ്ങളിലെ ഏകതയാണ് ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ വൈവിധ്യങ്ങളെല്ലാം കോർത്തിണക്കുന്ന ആ വൈവിധ്യങ്ങളുടെ ഇടയിലെ പൊന്നൂലായി ഈ വൈവിധ്യങ്ങളെല്ലാം കോർത്തിണക്കി വശ്യസുന്ദരമായ ഒരു ഹാരമാക്കിയതിനെ മാറ്റുന്ന അതിനെയാണ് നമ്മൾ ഹിന്ദുത്വം എന്ന് പറയുന്നത്. എല്ലാവരുടെ ഉള്ളിലുമുള്ളത് ഈശ്വരനാണ് എന്ന് ലോകത്ത് പറയുന്ന ദർശനം അത് ഹിന്ദു ദർശനമാണ്. മറ്റുള്ളവർ പറയുന്നത് ഈശ്വരൻ എവിടെയോ ആണ്, അയാൾ അവിടെ നിന്ന് നമ്മളെ നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നു നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ, നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നു. ഈശ്വര സർവഭൂതാനാം, സർവചരാചരങ്ങളിലും എന്നിലുമുള്ളത് ഒരേ ചൈതന്യമാണ് എന്ന പരമമായ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിക്കാൻ സാധിക്കണം, ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിക്കണം, ഒന്നായി നിൽക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഈ ഒരു സംസ്കൃതിയെ ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടി അനാദികാലം മുതലേ നമ്മുടെ ആചാര്യന്മാർ അതിനുതകുന്ന തരത്തിലുള്ള ആചരണങ്ങളെ, വിചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ നമ്മുടെ മുൻപിലേക്ക് വെച്ചു. അനാദികാലം തൊട്ടേ നമ്മൾ പറഞ്ഞു, അഥർവവേദ കാലം തൊട്ടേ നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചു, മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യാം, ഈ ഭൂമി എന്റെ അമ്മയാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ ജനനത്തിനു കാരണമാകുന്നതിനെ, നമ്മുടെ വളർച്ചയ്ക്കു കാരണമാകുന്നതിനെ, നമ്മുടെ പോഷണത്തിനു കാരണമാകുന്നതിനെ, നമ്മുടെ വികാസത്തിനു കാരണമാകുന്നതിനെ, നമ്മുടെ സർവ്വ സൗഭാഗ്യങ്ങൾക്കും കാരണമാകുന്ന എല്ലാ ഘടകങ്ങളെയും മാതൃരൂപേണ കണ്ട ലോകത്തിലെ ഏക സംസ്കാരമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമിയോട് നമുക്ക്, ഈ ഭൂമിയെ നമ്മൾ കേവലം ഭോഗവസ്തുവായിട്ടല്ല കാണുന്നത്, അമ്മയായിട്ട് കാണുന്നു. അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയാണ് നമ്മളെ വളർത്തുന്നത്. ഇവിടെയുള്ള വായുവാണ് നാം ശ്വസിക്കുന്നത്, ഇവിടെയുള്ള തീർത്ഥമാണ് നാം കഴിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമി നമുക്ക് അമ്മയാണ്. ഭാരതത്തിന്റെ ചരിത്രത്തെ ശംഭൂജ സ്വാമിജി നിങ്ങളുടെ മുമ്പിൽ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. ഭാരതം ലോകഗുരുവായിരുന്നു. ഭാരതം നിലനിൽക്കുന്നത് ലോകത്തിന്റെ മംഗളത്തിന് വേണ്ടിയാണ്. നമ്മുടെ പ്രാർത്ഥന ലോകത്തെ സർവചരാചരങ്ങൾക്കും സുഖമുണ്ടാവണം എന്നാണ്. വിശ്വമംഗളമാണ്. വിശ്വമംഗളത്തിന് അനുയോജ്യമായ തരത്തിൽ മാനവ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന സമഗ്രമായ ഒരു ജീവിത ദർശനമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ സംസ്കാരം ആത്മാവായ ഭാരതം, ഈ ഭാരതത്തിലെ ആത്മാവായിട്ടുള്ള ജനത, ആ ജനതയോടുള്ള ഐക്യം വേണം. എന്തിന് ഐക്യം വേണം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. എങ്കിലും ചില ആശയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് ഭാരതം ആക്രമിക്കപ്പെട്ടു? ഭാരതത്തിന് ഉദാത്തമായ ഒരു ചരിത്രമുണ്ട്. ശംഭൂജ സ്വാമിജി പറഞ്ഞതുപോലെ ഈ ചരിത്രങ്ങളെല്ലാം വക്രീകരിച്ചു, നമ്മുടെ വൈവിധ്യങ്ങളെല്ലാം വൈരുദ്ധ്യമാക്കി ചിത്രീകരിച്ചു. അതിനെ വീണ്ടും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളുമാക്കി അതിനെ വക്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ വെച്ചു. ഈ ചരിത്രമാണ് സ്വാതന്ത്ര്യം നേടി എന്ന് പറയുന്ന ഭാരതം ഇന്ന് 75 സ്വാതന്ത്ര്യം നേടി 75 വർഷം പിന്നിടുമ്പോഴും ആ വക്രീകരിച്ച ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരോ പറഞ്ഞു കേട്ട, നമ്മുടെ ജനതയെ മുഴുവൻ ആത്മവിസ്മൃതിയിലേക്ക് തള്ളിവിട്ട ആ ചരിത്രത്തെ ഇന്നും നമ്മൾ കക്ഷത്ത് വെച്ച് നടക്കുകയാണ് എന്നുള്ളത് അപമാനകരമായ ഒരു വസ്തുതയാണ്. സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് നമ്മുടെ ഭാരതം ഏകദേശം 3000-ൽ പരം വർഷത്തെ നിരന്തരമായ പോരാട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും
അതുപോലെ ആക്രമിച്ച് വിജയിച്ചതിന്റെയും ചരിത്രം, അങ്ങനെയുള്ള സമഗ്രമായ ഒരു ചരിത്രമാണ് ഭാരതത്തിനുള്ളത്. നമ്മൾ പരാജയപ്പെട്ട ചരിത്രമല്ല നമുക്കുള്ളത്. 3000 വർഷം ഈ അഖണ്ഡമായ ഭാരതത്തെ എന്ന് പറഞ്ഞാൽ ഹിമാലയം മുതൽ കന്യാകുമാരി വരെയും കച്ച് മുതൽ കാശ്മീരം വരെയും വിശാലമായി കിടക്കുന്ന 82 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയുള്ള നമ്മുടെ ഭാരതം പ്രകൃതിയാതന്നെ അതിരുകൾ നിർണയിക്കപ്പെട്ടിട്ടുള്ള നാടാണ് നമ്മുടെ ഭാരതം. 3 ഭാഗവും കടൽ തിരമാലകളാൽ കാൽപാദം കഴുകുന്ന, ശരീരം കഴുകുന്ന 3 അതിരുകളെ നമുക്ക് കാണാം. മറുഭാഗത്ത് ഹിമാലയ ഗിരിശൃംഗം, ഹിമവാൻ തലയുയർത്തിൽ നിന്ന് ഈ ഭാരതമാതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉന്നതമായ ശിരസുയർത്തി പിടിച്ച് നിൽക്കുന്ന ഒരതിരും നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ഈ ഭാരതം 3000 വർഷക്കാലം നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയമായി എന്ന് പറഞ്ഞാൽ വെറുതെ ആക്രമിച്ചു വന്നതല്ല നമ്മുടെ ഭാരതത്തിലേക്ക് വിദേശികൾ. ഇവിടെ കൊള്ള ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭാരതം സമ്പത്തിന്റെ ഉജ്ജ്വലമായ ചരിത്രം, ഭൂതകാല ചരിത്രം നമ്മുടെ മുന്നിൽ പറയുന്നതാണ്. കവികൾ പോലും പിന്നീട് പാടിയിട്ടുണ്ട്. അർത്ഥതൃഷ്ണ ശമിപ്പതിന്നുലകുറ്റു നോക്കിയ സ്വർണഭൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സമ്പത്ത് കൊള്ള ചെയ്യാൻ വേണ്ടി ഈ ഭാരതത്തിലേക്ക് കടന്നു വന്നു. അതുപോലെ ഇവിടുത്തെ ക്ഷേത്ര ഭണ്ഡാകാരങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള ഭക്തന്മാരുടെ സമ്പത്ത്, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം നിങ്ങൾക്കറിയാം. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ചില രാഷ്ട്രീയക്കാർ പറയുന്നത് ഇതെല്ലാം രാജാവ് പ്രജകളെ ചൂഷണം ചെയ്ത് നിലവറകളിൽ അടച്ചതാണ്. വന്ധ്യവയോധികനായ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമ്പത്ത് അവിടെ രാജാവ് എഴുന്നള്ളി പായസം പാത്രത്തിലാക്കി കൊണ്ടുപോകുമ്പോ അതിന് ഈ സ്വർണ്ണ നാണയങ്ങൾ കടത്താറുണ്ട് എന്ന് വിവരം കുറഞ്ഞ, വിദ്യാഭ്യാസമില്ലാത്ത വന്ധ്യവയോധികനായ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി നോക്കണം. ഭാരതത്തിന്റെ പാരമ്പര്യം, പൈതൃകം, ചിന്താഗതി, വിചാരധാര എന്തായിരുന്നു? അവിടെ രാജാവ് വന്ന് പ്രദക്ഷിണം ചെയ്തു പോകുമ്പോ കാല് തട്ടിക്കുടയൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. കാലിൽ പറ്റിയിട്ടുള്ള മണ്ണ് പോലും ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വീഴണമെന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള ഒരു രാജാവിനെ കുറിച്ചാണ് വന്ധ്യവയോധികനായ കേരളത്തിലെ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹം പറഞ്ഞത് ഈ രാജാവ് പായസത്തിൽ സ്വർണ്ണ നാണയങ്ങൾ ഇട്ട് കൊണ്ടുപോകാറുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള രാജാക്കന്മാർ രാജ്യം ഭരിച്ച് പ്രജകളുടെ ക്ഷേമം തീർത്തതിനു ശേഷം, ക്ഷേമസമ്പന്നമായ ഒരു ഭരണം നടത്തിയതിനു ശേഷം അവശേഷിച്ചതെല്ലാം അനന്തപത്മനാഭന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്ന, ഇന്ന് ആരുടെ പാതാരവിന്ദങ്ങളിലാണ് കേരളത്തിലെ ഭരണാധികാരികൾ സമർപ്പിക്കാൻ വേണ്ടി വിദേശങ്ങളിലേക്ക് 3 മാസം കൂടുമ്പോ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ആ രാജാക്കന്മാരെ കുറിച്ച്, അവരുടെ ചരിത്രത്തെ കുറിച്ച് വക്രീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ 3000 വർഷക്കാലം നമ്മളെ ആക്രമിച്ചത് നമ്മളെ കൊള്ള ചെയ്യാൻ വേണ്ടിയായിരുന്നു, നമ്മളെ മതപരിവർത്തനത്തിലൂടെ നശിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു, നമ്മുടെ എല്ലാ പ്രഭാവങ്ങളെയും സമ്പന്നതയെയും ചരിത്രത്തെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് 3000-ൽ പരം വർഷം, അതിൽ 1050 വർഷക്കാലം നമ്മളെ അടക്കി ഭരിച്ചത് ഇസ്ലാമിക ശക്തികളായിരുന്നു. AD 712 മുതൽ സ്വാമിജി അവിടെ പറഞ്ഞു, AD 712 മുതൽ 1762 വരെയുള്ള ദീർഘമായ ഒരു കാലഘട്ടം. ഈ ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കെ ബാലൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ എഴുതിയിട്ടുള്ള, ബാലൻ തായാട്ട് എന്ന് പറയുന്ന സാഹിത്യകാരൻ എഴുതിയിട്ടുള്ള ബാലസാഹിത്യ കൃതികളിലൂടെ നിങ്ങൾ കണ്ണോടിച്ചാൽ മതി. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ രണശിൽക്കാരമുതിർക്കുന്ന ഒരു ചരിത്രം ബാലൻ തായാട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രം. ഈ 3000 വർഷവും നമ്മളെ ആക്രമിച്ചപ്പോ അതിനെതിരെ പടപൊരുതി നിൽക്കാൻ, പ്രാണത്യാഗം ചെയ്യാൻ, തൂക്കുകയറിന് മുമ്പിലും പീരങ്കി മുഖങ്ങൾക്ക് മുമ്പിലും ഭാരതമാതാവിന് ജൈവിളിച്ചുകൊണ്ട് പോരാടാൻ ഈ ജനതയ്ക്ക് പ്രേരണയായിരുന്നത് ഈ നാട്, ഈ മണ്ണ്, ഈ ഭാരതം, ഈ രാഷ്ട്രം നമ്മുടെ അമ്മയാണ് എന്നുള്ള ഉദാത്തമായ ചിന്താഗതിയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അമ്മയാണ് ആദ്യത്തെ നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു രാഷ്ട്രത്തെ സ്നേഹിക്കാൻ, രാഷ്ട്രത്തെ അമ്മയെ പോലെ കണ്ട് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംസ്കൃതിയും പൈതൃകവും പാരമ്പര്യവും എല്ലാം സംരക്ഷിക്കാൻ
വിലപ്പെട്ട പ്രാണൻ പോലും കൊടുക്കാൻ ഒരു ജനതയ്ക്ക് ആയിരത്താണ്ടുകൾ അത് കൊടുക്കാൻ സമർപ്പിക്കാൻ ഒരു ജനതയെ പ്രേരിപ്പിച്ച സംസ്കൃതിയായിരുന്നു ഹിന്ദുത്വം എന്നുള്ളത് കൊണ്ട് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കണം, നമ്മള് ഹിന്ദുക്കളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അങ്ങനെയുള്ള സംസ്കാരമാണ് നമ്മുടേത്. സർവതന്ത്ര സ്വതന്ത്രമായ അന്വേഷണത്തിലൂടെ, തപസ്സിലൂടെ ആയിരക്കണക്കിന് ഋഷീശ്വരന്മാർ കണ്ടെത്തിയ വേദാന്ത സത്യത്തെ, അവർ സാക്ഷാത്കരിച്ച സത്യത്തെ, ആ സത്യത്തെ ലോകത്തിന്റെ മുൻപിലേക്ക് വെച്ച ചിരപുരാതനമായ ഒരു സംസ്കാരമാണ് നമ്മുടേത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കണമെന്നുള്ളതാണ് ഒന്നാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ പറയുന്നത് ഗർവ് സേ കഹോ ഹം ഹിന്ദു ഹേ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അഭിമാനത്തോടെ പറയൂ, നമ്മൾ ഹിന്ദുക്കളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. നമ്മുടെ ഇടയിൽ വൈവിധ്യങ്ങൾ ഉണ്ടാകാം. ഈ വൈവിധ്യങ്ങളെല്ലാം കോർത്തിണക്കുന്ന ഒരു ചാലക ശക്തിയുണ്ട്. അതാണ് ഈശ്വര സർവഭൂതാനാം. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവിയുടെ ഉള്ളിലും എന്നിലുമുള്ളത് ഒരേ ചൈതന്യമാണ്, ഒരേ സ്വത്വമാണ്, ഒരേ ഊർജമാണ്, ഒരേ ആത്മാവാണ് എന്ന വേദാന്ത സത്യത്തെ നമുക്ക് മുറുകെ പിടിക്കാൻ സാധിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ഐക്യമുണ്ടാവുക, നമ്മുടെ ഉള്ളിൽ പാരസ്പര്യ ഭാവം ഉണ്ടാവുക. അതുകൊണ്ട് പിന്നീട് കവികൾ പാടി, ലോകമേ തറവാട്, ഈ പുൽകളും പുഴുക്കളും തൻ കുടുംബക്കാർ. ഈ പുഴു നമ്മുടെ കുടുംബമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഉദാത്തമായിട്ടുള്ള സങ്കല്പമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ ദൈവം മാത്രം ശരി എന്നാണ് ഈ ജനാധിപത്യ രാജ്യത്ത്, മതേതര രാജ്യത്ത് 5 നേരവും മൈക്കിലൂടെ വിളിച്ചു പറയുന്നത്. എന്റെ ദൈവമല്ലാതെ ആരാധ്യനില്ല എന്നാണ്. എവിടെ പറയാൻ പറ്റും? ഈ ഭാരതത്തിലല്ലാതെ എവിടെ പറയാൻ പറ്റും? ഹിന്ദുക്കൾ ചിന്തിച്ചേ മതിയാവൂ. കാരണം മൈക്ക് കെട്ടിയിട്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോലും നിരോധിച്ചിട്ടുള്ള കോളാമ്പി കെട്ടിയിട്ട് വിളിച്ചു പറയുകയാണ്, എന്റെ ദൈവമല്ലാതെ മറ്റുള്ള ഒരു ദൈവവും ആരാധ്യനല്ല എന്ന് പറയാൻ സാധിക്കുന്നത് ഈ ഭാരതത്തിൽ 80% ഹിന്ദുക്കൾ ഉള്ളത് കൊണ്ടാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന സജ്ജനങ്ങളായ ഹിന്ദുക്കൾ മനസ്സിലാക്കണം. ഹിന്ദുക്കൾ, ഒരു കവി പാടിയിട്ടുണ്ട്, ഹിന്ദുത്വം മരിക്കുകിൽ ഭാരതം മരിച്ചിടും എന്ന് സംഭൂജ സ്വാമിജി നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ധർമ്മം സനാതന ധർമ്മമാണ് എന്ന് നമ്മൾ ആവേശത്തോടു കൂടി പറയും. അതുകൊണ്ട് ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ തന്നെ പറയും. പക്ഷെ ഹിന്ദുക്കൾ ജീവിച്ചാലല്ലേ ഈ സനാതന ധർമ്മം നിലനിൽക്കുകയുള്ളൂ. ഹിന്ദുക്കൾ മരിച്ചു കഴിഞ്ഞാൽ, ഹിന്ദുക്കൾ ദുർബലമായി കഴിഞ്ഞാൽ സനാതന ധർമ്മത്തിന് യാതൊരു പ്രതീക്ഷയുമില്ല. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ മുന്നിൽ ഉദാഹരണമാണ്. ഹാർമോണിയ പെട്ടികൾക്ക് പോലും നിലനിൽപ്പില്ല. സംഗീതം ഹറാമാണ്, നൃത്തം ഹറാമാണ്, കാർ ഓടിക്കുന്നത് ഹറാമാണ്, ജോലിക്ക് പോകുന്നത് ഹറാമാണ്, എല്ലാം ഹറാമാണ്. എന്താണ് അഫ്ഗാനിസ്ഥാൻ? ഗാന്ധാരിയുടെ ജന്മസ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ. കൗരവന്മാരുടെ ജന്മസ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ. ഹിന്ദു സംസ്കാരത്തിന്റെ കേദാരമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. ആ അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് ഹിന്ദു ധർമ്മമില്ല, ഹിന്ദുക്കളില്ല. അവിടെ ഇന്ന് നിശബ്ദമായി നിൽക്കുന്ന ബാമിയാനിലെ ബുദ്ധ പ്രതിമകൾ പോലും മതവെറിയന്മാർ ഡൈനാമിക് വെച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. മതേതരത്വമില്ല. പാകിസ്ഥാൻ മതേതരത്വമില്ല. ബംഗ്ലാദേശ് മതേതരത്വമില്ല. നിരപരാധികളും നിരാശ്രയരുമായ ദുർബലന്മാരായ ഹിന്ദുക്കളെ അടിച്ചുകൊന്ന് പച്ചക്ക് കെട്ടിത്തൂക്കി കത്തിക്കുന്ന കലാപകലുഷിതമായ ബംഗ്ലാദേശ്. നമ്മൾ പഠിക്കേണ്ടത് എന്താ? നമ്മൾ ഇതിൽ പഠിക്കേണ്ടത് എന്താ? നമ്മുടെ ഉള്ളിലേക്ക് ഈ ബോധ്യം ഉണ്ടാകണം എന്നതുകൊണ്ടാണ് സവിശേഷമായ ലോകത്തെ സർവചരാചരങ്ങളെയും ഈശ്വരനെ പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും പുരാതനമായ, ചിരപുരാതനമായ, നിത്യനൂതനമായ ഈ സംസ്കാരത്തിന്റെ സന്താനങ്ങളായ നമ്മള് നമ്മുടെ ബോധ്യത്തിലേക്ക് ഈ ചിന്തകൾ ഞാൻ സമർപ്പിച്ചത് അതുകൊണ്ടാണ്. സംഘത്തിന്റെ ജന്മശതാബ്ദി നിമിത്ത കാര്യക്രമം എന്ന നിലയിൽ 5 ആശയങ്ങളെ, ഈ സംസ്കാരത്തെ നമുക്ക് പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. ഇതിനെ നമുക്ക് തലമുറകളിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതിന് നാം എന്തു ചെയ്യണം? ഭാരതം മുഴുവനുള്ള 80,000-ഓളം സമ്മേളനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലേക്ക് 5 ആശയങ്ങളെ നമ്മൾ വെച്ചിരിക്കുകയാണ്.
നമ്മുടെ സനാതന സംസ്കാരത്തെ സംരക്ഷിക്കാനും അതിനെ വ്യാപിപ്പിക്കാനും അതിനെ ശക്തിപ്പെടുത്താനും അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിന്റെ നിയതിയായിട്ടുള്ള വിശ്വമംഗളത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തെ കരുത്തുറ്റതാക്കാനും ശക്തിമത്താക്കുന്നതിന് വേണ്ടിയും ലോകത്തെ തലയുയർത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രമാക്കി നമ്മുടെ രാഷ്ട്രത്തെ ഉയർത്തുന്നതിന് വേണ്ടി 5 കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതിനെ നമ്മൾ ഫോളോ ചെയ്യണം, അത് നമ്മൾ ആചരിക്കണം, നമ്മൾ അനുഷ്ഠിക്കണം, നമ്മൾ അതിനെക്കുറിച്ച് വിചാരം ചെയ്യണം. നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത് കുടുംബത്തിലാണ്. ആ കുടുംബം എന്താണ്? നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി എന്താണ്? ഓരോ കുടുംബത്തിലും ധാർമ്മിക ബോധമുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്ന 2 ഗുരുനാഥന്മാരാണ് അച്ഛനും അമ്മയും. ഈ അച്ഛനും അമ്മയും നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് ശ്രദ്ധിക്കണം. കുടുംബത്തില് ഐക്യമുണ്ടോ? പാരസ്പര്യ ഭാവമുണ്ടോ? മാതാപിതാക്കളോട് സ്നേഹമുണ്ടോ? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു സ്വാമിജി, സത്മാനന്ദ സരസ്വതി എന്ന് പറയുന്ന സ്വാമികള് കുടുംബത്തെ കുറിച്ച് പറയുമ്പോ അദ്ദേഹം പറയാറുണ്ട്, നമ്മളെല്ലാവരും ഹിന്ദുക്കൾ എന്ന നിലയ്ക്ക് നമ്മള് ചിന്തിക്കേണ്ട 3 വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം പറയും. ഒന്നാമത്തെ വിഷയം സംഘടനയാണ്. സംഘടനയിലൂടെ മാത്രമേ നമുക്ക് ശക്തി ഉണ്ടാവുള്ളൂ. ദുർബലന്മാർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ സാധ്യമല്ല. സ്വാമി വിവേകാനന്ദൻ സ്വാതന്ത്ര്യത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ പൗരന്മാരെ നോക്കി പറഞ്ഞു. എന്താ പറഞ്ഞത്? സ്ട്രെങ്ത് ഈസ് ലൈഫ്. ശക്തിയാണ് ജീവിതം, ശക്തിയാണ് ജീവിതം, ശക്തിയാണ് ജീവിതം എന്ന് അദ്ദേഹം പറഞ്ഞു. ശക്തി ഉണ്ടാകണമെങ്കിൽ സംഘടന ആവശ്യമാണ്. ശക്തിയില്ലാത്ത ദുർബലനെ നിങ്ങൾ നോക്കൂ. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ തറ കെട്ടിയിട്ട് അതിൽ കല്ല് കുത്തിയിട്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ സംവിധാനമുണ്ട്, അവിടെ കോഴിയെ അറക്കും എല്ലാ വർഷവും. ദുർബലനായ കോഴി. സിംഹത്തെ അറക്കില്ല, ആടിനെ അറക്കില്ല, അതുപോലെ കാളയെ അറക്കില്ല, കോഴിയാണ് അറക്കുക. കോഴിയെ അറുത്തുകൊണ്ടാണ് ബലി ഈ കർമ്മം ചെയ്യുക. അപ്പൊ ദുർബലന്മാരെ ആക്രമിക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള ശ്രമം എല്ലാവരും എക്കാലത്തും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സംഘടന വേണം. സംഘടിച്ച് ശക്തരാവണം. എന്തിന്റെ പേരിൽ സംഘടിക്കണം? ജാതിയുടെ പേരിലല്ല, വർഗത്തിന്റെ പേരിലല്ല, ഞാനും നീയും ഒരേ ആത്മാംശമാണ് എന്നുള്ള ചിന്തയുടെ പേരിൽ നമ്മൾ സംഘടിക്കണം എന്നുള്ളതാണ് സ്വാമിജി നമ്മളോട് പറയാറുള്ളത്. അതുകൊണ്ട് ഓരോ ഹിന്ദുവിനും സംഘടന വേണം. രണ്ടാമത്തെ കാര്യം സ്വാമി പറയും, സന്താനം ഉണ്ടാകണം എന്ന് പറയും. ഇന്നൊരു വീട്ടിൽ എത്രയാ സന്താനം? നാം ഒന്ന് നമുക്കൊന്ന് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു സ്ഥലത്തൊരു സത്സംഗത്തിന് പോയപ്പോ അവിടുത്തെ അമ്മ പറഞ്ഞു, നാം ഒന്ന് നമുക്കൊന്നു മതി മോനെ, ധർമ്മമല്ലേ വിജയിക്കുക എന്ന് ചോദിച്ചു. ജനാധിപത്യ ക്രമത്തിൽ ധർമ്മമല്ല വിജയിക്കുന്നത്. ജനാധിപത്യ ക്രമത്തിൽ എന്താണ് വിജയിക്കുന്നത്? സംഘടിതമായ ശക്തിയാണ്. നിങ്ങൾ 80 കോടി ഉണ്ട് ഭാരതത്തില്. പക്ഷെ ഹിന്ദു എന്ന് പറയുമ്പോ കടന്നാക്രമണങ്ങൾ നടക്കുന്നു, അല്ലെ? ഹിന്ദു എന്ന് പറയാൻ പോലും ലജ്ജിക്കുന്ന 80% ഹിന്ദുക്കളുള്ള ഒരു രാജ്യത്ത് ഹിന്ദു എന്ന അഭിമാനത്തോടു കൂടി പറയാൻ പറ്റാത്ത, ഭാരത് മാതാക്ക് ജയ് വിളിക്കാൻ പറ്റാത്ത, നമ്മുടെ പാരമ്പര്യവും പൈതൃകവും നെഞ്ചിലേറ്റാൻ പറ്റാത്ത ഒരു സാമൂഹ്യ സാഹചര്യം എങ്ങനെ ഉണ്ടായി? സംപൂജ്യ സ്വാമികൾ അത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായി? അതുകൊണ്ട് നമ്മള് ഹിന്ദു എന്ന നിലയിൽ, ഹിന്ദു എന്ന ചിന്ത നമ്മളെ ബന്ധുക്കളാക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് സന്താനം ഉണ്ടാവണം. ജനാധിപത്യ പ്രകടനത്തില് ഭൂരിപക്ഷമാണ് അധികാരം കൈയാളുക. അതുകൊണ്ട് സന്താനം ഉണ്ടാവണം. സന്താനം നാം ഒന്ന് നമുക്കൊന്നല്ല. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. നമ്മുടെ വീട്ടില് 2 or 3 കുട്ടികൾ നമുക്ക് വേണം. അവർ നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ കുടുംബ പാരമ്പര്യത്തെ, നമ്മുടെ പൈതൃകത്തെ, മാതാപിതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി പാരസ്പര്യ ഭാവത്തോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബം, ധാർമ്മിക ബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബം, ഹിന്ദുത്വത്തിൽ അഭിമാനം കൊള്ളുന്ന കുടുംബം, നല്ലവണ്ണം പഠിച്ച് നല്ല ജോലി സമ്പാദിച്ച് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, സമൂഹത്തിന് മുഴുവൻ മാതൃകയാവുന്ന കുടുംബം. ഈ കുടുംബം നമുക്ക് വേണം. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? ചിന്തിക്കൂ. മൂന്നാമത് സ്വാമി പറയും, സമ്പത്ത് വേണം. കഠിനാധ്വാനം ചെയ്യണം, ഏത് ജോലിയും ചെയ്യണം, സമ്പത്തുണ്ടാക്കണം. സമ്പത്തില്ലാത്തവൻ എന്തിനു കൊള്ളാം? അമേരിക്ക നോക്കൂ നിങ്ങള്, സമ്പത്തുണ്ട്, സംസ്കാരമില്ല. നമ്മുടെ ഭാരതം ഇന്ന് 3ാം സാമ്പത്തിക ശക്തിയിലേക്ക് നടന്നെടുക്കുകയാണ്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാമിജി പറയും, സംഘടന വേണം, സമ്പത്ത് വേണം,
സന്താനം വേണം. ഓർമ്മ വെക്കണം, സന്താനം ഉണ്ടാകണം. ജനസംഖ്യാപരമായി ഹിന്ദുവിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നാം ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചിന്തിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ അതിന്റെ കാര്യം പറയാറുള്ളത്. കുടുംബം എങ്ങനെയാണ്? കുടുംബത്തിൽ 5 or 6 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. എന്താണ്? ഭവനം വൃത്തിയും ശുദ്ധവും ലളിതവുമായിരിക്കണം. നമ്മൾ ജീവിക്കുന്ന ഭവനം. നമ്മൾ ആകെ 2-3 പേരെ ഉണ്ടാവൂ. 2 നിലയുള്ള വീട് നമ്മൾ കടം മേടിച്ച് എടുക്കുന്നു. ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല. ഭവനം സാത്വികവും സുന്ദരവും ലളിതവുമായിരിക്കണം നമ്മുടെ ഭവനം. ധാർമ്മിക മൂല്യങ്ങൾ പ്രകാശിക്കുന്നതായിരിക്കണം നമ്മുടെ ഭവനം എന്ന് പറയുന്നത്. രണ്ടാമത്, ഭവനങ്ങളിൽ ഭജനം നടക്കണം, ഈശ്വര പ്രാർത്ഥന നടക്കണം. കുട്ടികളും അച്ഛനമ്മയും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിക്കണം. 2 നേരം സാധ്യമല്ലെങ്കിൽ 1 നേരമെങ്കിലും നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കണം. ഒരുമിച്ചിരുന്ന് ഭജനം നടത്തണം. മൂന്നാമതായി ഭക്ഷണം എന്നുള്ളതാണ്. ശുദ്ധവും സാത്വികവും ജീവനുള്ളതുമായ ഭക്ഷണമാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ കഴിക്കേണ്ടത്. ഇന്ന് നമ്മൾ രാവിലെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിന്റെ ഈ പബ്ലിക് സ്പേസ് ആയതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. രാവിലെ നമ്മുടെ പണി തീർത്താൽ എല്ലാ സീരിയലുകളും കണ്ടിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഈ സീരിയലുകളാണെങ്കിലോ നമ്മുടെ ധർമ്മ വിമുഖതയുണ്ടാക്കുന്ന, നമ്മളെ ധർമ്മത്തെ അപമാനിക്കുന്ന, ഇന്നിപ്പോ 6 മണി തൊട്ടേ ഓരോ പുരാണ കഥാപാത്രങ്ങളെയും കുറിച്ച് അതിന്റെ കഥകൾ വക്രീകരിച്ചുകൊണ്ടുള്ള സീരിയലുകൾ നമ്മുടെ ഓരോ ടിവിയിലും ഇത് നമ്മൾ കാണുമെന്ന് അവർക്കറിയാം. പക്ഷെ നമ്മുടെ തനിമയെ നമ്മൾ മറന്നുപോകുന്നു, നമ്മുടെ സ്വത്വത്തെ നമ്മൾ മറന്നുപോകുന്നു, നമ്മൾ അതിന്റെ സ്വാധീനത്തിൽ നമ്മൾ പെട്ടുപോകുന്നു. അതുകൊണ്ട് ഭജനം, സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുമ്പോഴാണ് സീരിയല്. ഗണപതി, ഗരുഡൻ, കറുത്ത മുത്ത്, വെളുത്ത മുത്ത്, അല്ലേ, എന്താ പാദസ്വരം, എന്തെല്ലാം സീരിയലുകളാണ്. ഇതിലെല്ലാം ഹിന്ദു കഥാപാത്രങ്ങളാണ്, ഹിന്ദുവിൻ്റെതായ ചിന്തകളാണ്. മറ്റൊരു മതത്തെയും കുറിച്ച് മതകഥാപാത്രങ്ങളെ വെച്ചുള്ള കഥകൾ അതിൽ പറ്റില്ല. ഒറ്റ ദിവസമേ വോട്ടുള്ളൂ, 2ാം ദിവസം വോട്ടില്ല. നമ്മൾ ഇതും കണ്ട് വായയിൽ നോക്കി നിൽക്കുകയാണ് നമ്മുടെ സമൂഹം. എങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ ഉള്ളിൽ ധാർമ്മിക ബോധം ഉണ്ടാകും? ഈശ്വര കൃപയുണ്ടാവും, ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ഭജനം എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഭാഷയാണ്. നല്ല ഭാഷകൾ സംസാരിക്കണം. മാതൃഭാഷയെ കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. കേരളത്തിൽ നിന്ന് കുറെ സാംസ്കാരിക നായകന്മാര് 10 വർഷത്തിനിടയിൽ ഡൽഹിയിൽ പോയിരുന്നു. കേരള എന്നത് കേരളം എന്നാക്കി എന്നതിന് നന്ദി അറിയിക്കാൻ വേണ്ടി പോയതാണ്. ഇവരുടെ നന്ദിയൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. എങ്കിലും കേരളം ഭാഷയെ സ്നേഹിക്കണം. അദ്ദേഹം പറഞ്ഞു, എല്ലാ ഭാഷയും ദേശീയ ഭാഷകളാണ്, എല്ലാ ഭാഷയെയും അമ്മയെപ്പോലെ കാണണം, അമ്മയെപ്പോലെ സ്നേഹിക്കണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോഴാണ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞത്, ഇത്രയും നല്ല ആളായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. 10 വർഷമായിട്ട് ഈ കണ്ണ് അവിടേക്ക് എത്തിയിരുന്നില്ല. ഒക്കെ UP-യിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഈ കണ്ണുകളൊക്കെ. അപ്പൊ ഭാഷ, നല്ല നമ്മുടെ മാതൃഭാഷയെ നമ്മൾ ആദരിക്കണം. അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ കത്തടിച്ചാലേ കല്യാണത്തിന് പവർ കൂടൂ എന്ന് ചിന്തിക്കുന്നവരാണ് ഹിന്ദുക്കള്. 1800 ചില്ലാനം വർഷത്തിനിടയ്ക്ക് ബ്രിട്ടീഷുകാരൻ നടപ്പിലാക്കിയ ഇംഗ്ലീഷ് ഭാഷയിലൂടെ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി അവൻ നടപ്പിലാക്കിയ കുതന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മെക്കാള സാഹിബ് അദ്ദേഹത്തിന്റെ പിതാവിന് അയച്ച കത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ വിദ്യാഭ്യാസം ഇവിടെ ഒരു 20 വർഷക്കാലം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഭാരതത്തിൽ ഒറ്റ വിഗ്രഹാരാധകൻ പോലും ഉണ്ടാവില്ല എന്ന് മെക്കാള സാഹിബ് സ്വന്തം പിതാവിന് അയച്ച കത്തിൽ പറയുന്നു. ഭാഷ പഠിക്കുന്നത് നല്ലത് തന്നെയാണ്, ഭാഷ നമ്മൾ പഠിക്കണം. പക്ഷെ ഭാഷയുടെ ഉള്ളിലൂടെ അവരുടെ പാശ്ചാത്യമായ ചിന്തയെ, പാശ്ചാത്യമായ ആചരണങ്ങളെ, പാശ്ചാത്യമായ വിശ്വാസ പ്രമാണങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സർവ്വസാധാരണക്കാരൻ വരെ ഇന്ന് കല്യാണ കത്തടിക്കുന്നത് എന്തിലാണ്? ഇംഗ്ലീഷിലാണ്. കാരണം ഇംഗ്ലീഷിൽ കത്തടിച്ചാലേ മകളുടെ കല്യാണത്തിനൊരു കേമത്വമുള്ളൂ എന്ന് ചിന്തിക്കുന്നു. വളരെ മനോഹരമായ മലയാളമുണ്ട്. തുഞ്ചത്താചാര്യൻ മാനവകുലത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് ഹരിനാമകീർത്തനം ഉണ്ടാക്കിയത്. ഹരിനാമകീർത്തനത്തിന്റെ ശീലുകൾ സംഭൂജ സ്വാമി നിങ്ങളോട് പറഞ്ഞു. ഈ മലപ്പുറം ജില്ലയിലാണ് ഭാഷയുടെ പിതാവ് ജനിച്ചിട്ടുള്ളത്. അപ്പം മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. മാതൃഭാഷ നമ്മൾ പഠിക്കണം. മറ്റു ഭാഷകളും നമ്മൾ പഠിക്കണ്ട എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് ഭാഷ എന്നതിനെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായി? ഭക്ഷണമായി, ഭവനമായി, ഭജനയായി, അതുപോലെ ഭ്രമണം. നമ്മൾ സഞ്ചരിക്കണം. കുടുംബസമേതം നമ്മൾ തീർത്ഥഘട്ടങ്ങളിൽ സഞ്ചരിക്കണം. നമ്മുടെ പുണ്യ നദികളിൽ നമ്മൾ കാണണം. തീർത്ഥഘട്ടങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിൽ ഈ ഭാരതത്തിന്റെ ഗരിമയെ, ഭാരതത്തിന്റെ പൈതൃകത്തെ, ഭാരതത്തിന്റെ സാംസ്കാരികമായ പാരമ്പര്യത്തെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ കാണണം. കുടുംബസമേതം പോകണം. അച്ഛൻ മാത്രം പോയാൽ പോരാ, അച്ഛനും മക്കളും പോയി ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മുടെ നാടിന്റെ ഭൂതകാലത്തെ, നമ്മുടെ ഭാരതത്തിന്റെ വർത്തമാനകാലത്ത് നിന്ന് ഭൂതകാലം വരുത്തി വെച്ച വിനകളെ നമുക്ക് ഈ മക്കൾക്ക്, കുടുംബത്തിന് ബോധ്യപ്പെടാൻ
നമുക്ക് സാധിക്കണം. ഭ്രമണം ചെയ്യണം, സഞ്ചരിക്കണം എന്നാണ് പറയുന്നത്. ഒന്നാമതായി കുടുംബം എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ ധാർമ്മിക ബോധമുള്ള, ധീരന്മാരായ, ഓജസ്സുള്ള, വിദ്യാസമ്പന്നരായ, ഈ നാടിന്റെ ഗതിവിഗതികളെ നിർണയിക്കുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായി വരണം. അതിനു വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നമ്മൾ നാളെ മുതൽ ആരംഭിക്കണം എന്നാണ് നമ്മൾ ഭാരതം മുഴുവൻ വെക്കുന്ന ഒരാശയം. രണ്ടാമത് സാമൂഹ്യ സമരസതയാണ്. ഭേദഭാവങ്ങളില്ലാത്ത ഒരു സാമാജിക ജീവിതം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. നേരത്തെ പറഞ്ഞു, ഈശ്വര സർവഭൂതാനാം, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളിലും എന്നിലും നിന്നിലും എല്ലാം ഉള്ളത് ഈശ്വരനാണ് എന്ന് പറഞ്ഞു. ചരിത്രത്തെ എങ്ങനെ വക്രീകരിച്ചു എന്ന് ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം. ശബരിമലയ്ക്ക് പോകുമ്പോ ഞാൻ അയ്യപ്പനാണ്, നമ്മുടെ ഉള്ളിലുള്ള സ്വത്വത്തെ ഉണർത്താൻ വേണ്ടിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്, ഇല്ലേ? നമ്മളവിടെ പോയി പൊന്നു കൊടുത്ത് പണം കൊടുത്ത് അത് കക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ. പക്ഷെ നമ്മുടെ ഉള്ളില് നമ്മുടെ സ്വത്വത്തിന്റെ പ്രകാശം ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അവിടെ പോകുമ്പോ പേട്ട കെട്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. മുദ്രാവാക്യം എന്നതിന് പറയാൻ പാടില്ല. എന്താണ്? സ്വാമി എന്റെ അകത്തും അയ്യപ്പൻ നിന്റെ അകത്തും. ചാടിക്കളിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടിയ നമ്മൾ പറയുന്നത് ഞാൻ സ്വാമിയാണ്, നീ അയ്യപ്പനാണ് എന്നുള്ളതാണ്. അതിനെ വക്രീകരിച്ചു. അത് വർഗീയമാണെന്ന് പറഞ്ഞ ഏതോ ഒരു ചിന്തകൻ, ഏതോ ഒരു ശക്തികൾ അതിനെ വക്രീകരിച്ചുകൊണ്ട് ഇന്ന് പറയുന്നത് സ്വാമി തിന്തകത്വവും അയ്യപ്പൻ തിന്തകത്വം എന്നാണ്. നമ്മളൊരു സംതൃപ്തരാണ്. കാരണം ചാടിക്കളിക്കുമ്പോൾ ഒരു താളം വേണ്ടേ? സ്വാമി എന്റെ അകത്തവും അയ്യപ്പൻ നിന്റെ അകത്തവും എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് സ്വാമിയാണ്, നീ സ്വാമിയാണ്, ഞാൻ അയ്യപ്പനാണ് എന്ന ഭേദഭാവങ്ങൾക്കപ്പുറത്ത് ആത്മീയമായ സന്ദേശങ്ങളെ നമ്മുടെ ഹൃദയ ശ്രീകോവിലുകളിൽ അറക്കിട്ടുറപ്പിക്കാൻ വേണ്ടി ആചാര്യന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ പോലും ഇന്ന് വക്രീകരിച്ചുകൊണ്ട് ഇന്നെല്ലാം ഒരു തിന്തകത്വം എന്ന് പറയുന്ന ഗതിയിലേക്ക് പോയി എന്നുള്ളതാണ്. നാം ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഭേദഭാവങ്ങൾ ഇല്ലാതെ വരുന്നതിനു വേണ്ടി നമ്മുടെ ഹരിനാമ കീർത്തനം, അല്ലെ? നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായ തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞു, ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിലകിലം, ഞാനിതെന്ന വഴി തോന്നണമേ വരദ നാരായണായ നമ എന്ന് പറഞ്ഞു. ഈ ഹരിനാമ കീർത്തനങ്ങൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണ്ടേ? അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കാനുള്ള കഴിവ് ഈ ഹരിനാമ കീർത്തനത്തിന്റെ ശ്ലോകങ്ങൾ ചൊല്ലുന്നതിലൂടെ നമ്മുടെ കുട്ടികൾക്കുണ്ടാകും. അപ്പോ നമ്മള് സാമൂഹ്യ സമരസത, നാം എല്ലാം ഒരു അമ്മ പെറ്റ മക്കളാണ്, ഒരേ ഈശ്വരന്റെ സന്താനങ്ങളാണ്, ഒരേ ഈശ്വര ചൈതന്യത്തിന്റെ ഉടമകളാണ്. നിറത്തിൽ വ്യത്യാസം ഉണ്ടാകാം, രൂപത്തിൽ വ്യത്യാസം ഉണ്ടാവാം, സൗന്ദര്യത്തിൽ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ നമ്മളെല്ലാവരും ഒരു അമ്മ പറ്റ മക്കളാണ് എന്ന ബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്. മൂന്നാമത് എന്താണ്? നാം ഈ പ്രകൃതിയെ സ്നേഹിക്കണം. നമ്മുടെ ചുറ്റുപാടും വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങൾ, സസ്യലതാദികൾ, സമ്പുഷ്ടമായ ജൈവ സമ്പുഷ്ടമായിട്ടുള്ള ഭൂമി, അല്ലെ? ശുദ്ധമായ തടാകങ്ങൾ, ശുദ്ധമായ അരുവികൾ, ഇതിനെല്ലാം നമ്മൾ സംരക്ഷിക്കണം. നമ്മള് വൃക്ഷങ്ങളെ വെച്ചുപിടിപ്പിക്കണം. അതുപോലെ നമ്മള് പ്ലാസ്റ്റിക് വിമുക്തമായ നമ്മുടെ ഓരോ വീടുകളും പ്ലാസ്റ്റിക് വിമുക്തമാക്കണം. അപ്പൊ നിങ്ങൾ പറയും 50 രൂപ കൊടുത്താൽ, അല്ലെ? 50 രൂപ കൊടുത്താൽ നമ്മുടെ സേന വന്ന് ഇതെല്ലാം കൊണ്ടുപോകും, ഹരികർമ്മ സേന. അതുകൊണ്ട് ഇയാൾ എന്തിനാ ഇത് പറയുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ബോധ്യത്തിൽ നിന്നും നമ്മൾ ഈ ചിന്തയിലേക്ക് കടന്നു വരണം. കാരണം ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മുടെ നീതിസാരം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഗ്രന്ഥമല്ല, എല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ടുള്ളതാണ് നീതിസാരം. അതിൽ പറയുന്നത് 10 തെങ്ങ്, 10 പുളി, 5 നെല്ലി, 5 അരയാൽ വൃക്ഷം ഇവ വെച്ചു പിടിപ്പിക്കുകയിൽ നരകമില്ല എന്നത്രേ ന്യായം എന്ന് പറയുന്നുണ്ട്. ഇവയെല്ലാം വെച്ച് പിടിപ്പിക്കുമ്പോൾ അയാൾക്ക് നരകത്തിൽ പോകേണ്ട ആവശ്യം വരില്ല. കാരണം അനേകായിരം കിളികൾക്ക് കൂടുകൂട്ടാൻ, വഴിപോക്കനായ ആളുകൾക്ക് തണലിലിരിക്കാൻ, പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം കഴിക്കാൻ ഈ മരങ്ങളിൽ നിന്ന് നൂറ്റാണ്ടുകൾ ആ മരങ്ങളിൽ നിന്ന് കായും ഫലവും എല്ലാം ലഭിക്കും. ഇതിൽ വലിയ പുണ്യം വേറെ ഉണ്ടോ? അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന പിറന്നാൾ, അടിയന്തിരം, മരണം, കല്യാണം തുടങ്ങിയ വിശേഷ അവസരങ്ങളിലെല്ലാം നമ്മള് ഫലവൃക്ഷ തൈകൾ, ഔഷധ വൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കണം. ജലം മലിനമാക്കരുത്, മണ്ണിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. അങ്ങനെ ഇതിനെല്ലാം നമ്മൾ ദേവതകളായി കാണുന്നു. അപ്പോ പ്രകൃതിയെ രക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് കവി പറഞ്ഞത്, ലോകമേ തറവാട് ഈ പുൽകളും പുഴുക്കളും തൻ കുടുംബക്കാർ. ചൊറിയൻ പുഴുവിനെ കുടുംബമാക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ പുഴുവിനും എന്നിലുമുള്ളത് ഒരേ പ്രാണനാണ്. പുഴുവിനോട് ബഹുമാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് ചവിട്ടി അരച്ചുകളെ. പക്ഷേ പുഴുവിലുള്ള ഊർജം തന്നെയാണ് എന്റെ വീട്ടിലുള്ളത്. നമ്മുടെ വീടുകളിൽ മിക്സിയിൽപ്പെട്ട ജാതിയുണ്ട്, അല്ലെ? ലൈറ്റിൽപ്പെട്ട ജാതിയുണ്ട്, വാഷിംഗ് മെഷീനിൽപ്പെട്ട ജാതിയുണ്ട്, അതുപോലെ TV ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. എല്ലാം വ്യത്യസ്ത ജാതികളാണ്.
പക്ഷെ എല്ലാറ്റിനെയും പ്രവർത്തിക്കുന്നത് കരണ്ടാണ്. ഒരേ കരണ്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പരമാർത്ഥത്തെ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ കടത്തിവിടണം. സാമൂഹ്യ സമരസത എന്നാണ് ഇതിനെ നമ്മള് പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഇപ്പൊ കുടുംബമായി, സാമൂഹ്യ സമരസതയായി, പ്രകൃതി സംരക്ഷണമായി. മൂന്നാമത് പറയുന്നത് നമ്മൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട വ്യവസായങ്ങളിലൂടെ നമ്മുടെ നാടിന്റെ സമ്പദ്ഘടനയെ ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ പരമാവധി നമ്മൾ മേടിച്ച് ഉപയോഗിക്കണം. നാം രാവിലെ എഴുന്നേറ്റാൽ ഉപയോഗിക്കുന്ന, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ രാത്രി ഉറങ്ങുമ്പോൾ പല്ല് തേക്കുന്നവർ ഉപയോഗിക്കുന്ന പേസ്റ്റ് വരെ, അതിനിടയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, നമ്മുടെ ഡ്രസ്സ്, ഇതെല്ലാം സ്വദേശി ഉൽപ്പന്നങ്ങളാവണം. നമ്മുടെ നാടിന്റെ തനതായ, നമ്മുടെ നാടിന്റെ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സ്വദേശി എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വത്വം എന്നാണ് പറയുന്നത്. സ്വന്തം ഉള്ളിൽ നിന്നുള്ള തനിമ എന്നാണ് പറയുന്നത്. അപ്പൊ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ സമ്പദ്ഘടനയെ ഉയർത്താൻ നമുക്ക് സാധിക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം, എങ്ങനെ നമ്മുടെ നാടിന്റെ സമ്പദ്ഘടനയെ ഉയർത്താൻ പറ്റും എന്നതിനെ കുറിച്ച് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ സർക്കാർ ആ രീതിയിൽ ചിന്തിക്കുന്നു. ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നു. ഭാരതത്തിന്റെ നൂതനമായ സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രതിരോധ രംഗത്ത്, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെല്ലാം നമ്മുടെ ആ സ്വത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെ ചന്ദ്രയാൻ, സൂര്യയാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയാകുമ്പോ കടലോര മേഖലകളിലുള്ള തോറിയം എന്ന് പറയുന്ന വസ്തു അതിനെ നമ്മളെ സമ്പുഷ്ടീകരിച്ച് സമ്പുഷ്ട യുറേനിയം ഉണ്ടാക്കി അമേരിക്കയുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുകയായിരുന്നു സമ്പുഷ്ട യുറേനിയത്തിന് വേണ്ടി. പക്ഷേ ആരും അറിയാതെ കടലോര മേഖലകളിലുള്ള തോറിയം ഉൽപ്പന്നത്തെ സമ്പുഷ്ടീകരിച്ച് സമ്പുഷ്ട യുറേനിയം ഉണ്ടാക്കി രാജസ്ഥാനിലെ പൊക്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആണവ വിസ്ഫോടനം നടത്തിക്കൊണ്ട് ഭാരതം ലോകത്തിന്റെ മുൻപിൽ അജയ്യമായ ശക്തിയായി. അപ്പൊ നമ്മുടെ സ്വന്തം കഴിവിനെ നമ്മൾ ഉണർത്തണം. നമ്മുടെ സാങ്കേതിക വിദ്യയെ, നമ്മുടെ നൂതനമായ സാങ്കേതിക വിദ്യയെ, ശാസ്ത്രത്തെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത് നമ്മൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എങ്ങനെ സ്വദേശി ഉൽപ്പന്നം, നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളെല്ലാം സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ. ചിലപ്പോൾ ഗുണനിലവാരം കുറവുണ്ടാവും, ചിലപ്പോ വിദേശത്ത് വരുന്ന സാധനത്തിന്റെ അത്രയെങ്കിലും പവർ ഉണ്ടാവില്ല. എന്നാലും എന്റെ നാടിന്റെ ഉൽപ്പന്നങ്ങൾ, എന്റെ നാടിന്റെ സമ്പദ്ഘടന ഉയർത്താൻ വേണ്ടി ഒരു പൗരനെന്ന നിലയ്ക്ക് ഞാൻ ഇതേ ഉപയോഗിക്കൂ എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി അങ്ങനെ കോടിക്കണക്കിന് ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ഭാരതം ലോകത്തിന്റെ മുൻപില് 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ഈ കോടിക്കണക്കിന് ആളുകൾ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രം എവിടെ എത്തും? നമ്മൾ ചിന്തിക്കണം, പ്രായോഗിക ജീവിതത്തിൽ ചിന്തിക്കണം. 5ാമതായി പൗരധർമ്മം എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഈ നാടിന്റെ മുന്നോട്ടുള്ള ഗതിവേഗത്തിൽ നമ്മളെല്ലാം പങ്കാളികളാകണം. സ്വച്ഛ ഭാരത്, ശുദ്ധമായ ഭാരതം എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ സാധിക്കുക? ഒരു വിദേശത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം കാണാനിടയായി. അയാൾ പറയാണ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തുകൂടെ ഇങ്ങനെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിലം കാണുന്ന തരത്തിൽ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരാളും ആ അരുവിയിലേക്ക് ഒന്നും വലിച്ചെറിയുന്നില്ല. കാരണം ആ നാട്ടിലെ ചെറിയ കുട്ടികളിൽ വരെ ഈ അവബോധം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട്. അതുകൊണ്ട് ശുചിത്വം പാലിക്കണം, ഒന്നിനെയും നിയമങ്ങളെല്ലാം പാലിക്കണം, ഒന്നിനെയും ധിക്കരിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ആ പൗരന്റെ ധർമ്മം ഈ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരിക്കണം. നമ്മൾ ഈ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നാടിന്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം, ധിക്കാരപൂർവ്വം പെരുമാറാൻ പാടില്ല. ഇങ്ങനെ 5 തരത്തിലുള്ള പരിവർത്തനം, ഇതിനെ പഞ്ചപരിവർത്തനം എന്നാണ് പറയുന്നത്. ഭാരതത്തിലെ കോടിക്കണക്കിന് ആളുകൾ ഈ പഞ്ചപരിവർത്തനത്തിലൂടെ നമ്മുടെ രാഷ്ട്രത്തിന്റെ വൈഭവത്തിന് വേണ്ടിയുള്ള മുന്നേറ്റത്തിൽ നമുക്കൊരു തള്ളു കൊടുക്കാൻ സാധിച്ചാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ 2047 എന്നാണ് നമ്മുടെ ചിന്തകന്മാരും പണ്ഡിതന്മാരും മഹത്തുക്കളുമായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഭാരതം സ്വാതന്ത്ര്യം നേടി 100 വർഷം പിന്നിടുമ്പോ ലോകത്തിന്റെ മുൻപിൽ ഭാരതം തലയുയർത്തി നിൽക്കും, അജയ്യമായ ശക്തിയായി നിൽക്കും. അതിലേക്കാണ് നമ്മുടെ ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സൈനിക ശക്തി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ദേശാഭിമാനികളായ ഭരണാധികാരികൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ രാജ്യത്തെ ജനതയുടെ ഉള്ളിൽ ഈ രാഷ്ട്രത്തോടും രാഷ്ട്രത്തിന്റെ പാരമ്പര്യത്തോടും രാഷ്ട്രത്തിന്റെ സംസ്കൃതിയോടും രാഷ്ട്രത്തിന്റെ പൂർവിക സൂര്യകളോടും ഭക്തിയും വിശ്വാസവും അഭിമാനവുമുള്ള ഒരു ജനത ഉണ്ടാവുമ്പോൾ മാത്രമാണ് സ്ഥായിയായി ആ രാഷ്ട്രം വൈഭവത്തിലേക്ക് കുതിക്കുക എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിയിൽ ലോകമെങ്ങും നമ്മുടെ ഭാരതം അറിയപ്പെടണം.
ഭാരതം വിശ്വഗുരുവാവണം. കാരണം ഭാരതത്തിന് ലോകത്തിന്റെ മുൻപിൽ ചെയ്യാനൊരു നിയതിയുണ്ട്, ഒരു നിയോഗമുണ്ട്. അത് ലോകത്തിന്റെ മംഗളമാണ്, ലോകത്തിന് മംഗളം ഉണ്ടാവുക. ശംഭൂജ സ്വാമിജി പറയുകയുണ്ടായി, എന്താണ് ധർമ്മം, ധർമ്മം എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഒരു കഥയും പറഞ്ഞു. അതിന്റെ ഒരു വേർഷൻ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന ജീവികളാണ് മനുഷ്യർ എന്ന് പറയുന്ന നമ്മള്. അതുകൊണ്ട് നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും എല്ലായിടത്തും സുഖമുണ്ടാവുക എന്നുള്ളതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അതിന് അങ്ങനെ സുഖമുണ്ടാവാൻ പ്രവർത്തിക്കേണ്ട ആളുകൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളാണ്, വിവേക ബുദ്ധിയുള്ളവർ എന്ന നിലയ്ക്ക് നമ്മളാണ്. അതുകൊണ്ടാണ് പ്രാവ് ശിബിയുടെ അടുത്ത് ഓടി വന്നപ്പോ, ഈ പ്രാവ് പരുന്തിന്റെ ഭക്ഷണമാണ്, പരുന്തിന്റെ ഭക്ഷണമാണ്. അതുകൊണ്ട് പരുന്ത് ഈ ശിബി മഹാരാജാവിനോട് പറഞ്ഞു, അല്ലയോ ശിബി മഹാരാജാവേ, നിങ്ങൾ ധർമ്മത്തിന്റെ മൂർത്തിയാണ്, നിങ്ങൾ ധർമ്മിഷ്ഠനാണ്, നിങ്ങൾ ധർമ്മത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന ആളാണ്. ഞാൻ പച്ചക്കറി കഴിക്കുന്ന ആളല്ല, എന്റെ ധർമ്മം ഈ പ്രകൃതി എനിക്ക് നൽകിയിട്ടുള്ള ഈ പ്രാവിനെ തിന്നുക എന്നുള്ളതാണ്. അതുകൊണ്ട് ധർമ്മിഷ്ഠനായ അങ്ങ് എന്റെ ധർമ്മം അനുസരിക്കാൻ എന്നെ അനുവദിക്കണം എന്ന് പറയുകയാണ്. അപ്പോഴാണ് ശിബിക്ക് മനസ്സിലായത്, എല്ലാവർക്കും എപ്പോഴും എല്ലായിടത്തും സുഖമുണ്ടാവുക എന്നുള്ളതാണ് രാജധർമ്മം എന്നുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അദ്ദേഹം തന്റെ ധർമ്മം പാലിക്കുമ്പോ എല്ലാവർക്കും സുഖമുണ്ടാവുകയാണെങ്കിൽ എന്റെ ജീവിതം പോലും അതിന് കൊടുക്കാൻ സന്നദ്ധമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിലെ അവസാനത്തെ തുണ്ട് മാംസം വരെ അറുത്തെടുത്തുകൊണ്ട് ഈ പരുന്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രാവിനും സന്തോഷമായി, പരുന്തിനും സന്തോഷമായി, അല്ലെ? അതുകൊണ്ട് ഈ ലോകത്തിന്റെ മുന്നേറ്റത്തിൽ നമ്മുടെ നാടിന്റെ സംസ്കൃതിയെ, പൈതൃകത്തെ, പാരമ്പര്യത്തെ എല്ലാം ലോകത്തിന്റെ മുൻപിൽ ലോകമംഗളത്തിന് വേണ്ടി ഉയർത്തുന്നതിൽ നമ്മുടെ പങ്ക് എല്ലാ സ്ഥലത്തും എല്ലായിടത്തും എപ്പോഴും എല്ലാവർക്കും സുഖം നൽകുന്ന ഈ ധർമ്മത്തിന് വേണ്ടി നമുക്കെന്തു ചെയ്യാൻ സാധിക്കും, നമുക്കെന്തു സമർപ്പിക്കാൻ സാധിക്കും, ഈ ചിന്തകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടിതമായ ശക്തിയായി നമ്മളെല്ലാം ഈശ്വരന്റെ സ്വരൂപങ്ങളാണ്, ആത്മസ്വരൂപങ്ങളാണ് എന്ന ചിന്ത മുന്നിൽ വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നമ്മുടെ ധർമ്മത്തിനും സംസ്കൃതിക്കും രാഷ്ട്രത്തിന്റെ വൈഭവത്തിനും വേണ്ടി നമുക്ക് മുന്നേറാൻ സാധിക്കണം എന്ന് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാതാരവിന്ദങ്ങളെ പ്രണമിച്ചുകൊണ്ട് അവരുടെ ചിന്തക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.